ഹായ് നമസ്കാരം, സിനിമാ കാഴ്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ജയറാമേട്ടൻ ഏറി പോയിട്ട് ഒരു രക്ഷയില്ലാട്ടാ. പുള്ളിക്ക് താഴെ ഇറങ്ങാനായിട്ട് പറ്റുന്നില്ല. വിനയം കാണിച്ച് ഇപ്പൊ ആള് പുലിവാല് പിടിച്ചെന്ന് വേണം പറയാൻ. ഇപ്പൊ നമ്മുടെ അസീബ് അനീഫ് എടുത്തിട്ടുള്ള സിനിമയുമായി ബന്ധപ്പെട്ടിട്ടുള്ള 2-3 വോയിസ് ക്ലിപ്പൊക്കെ നിങ്ങൾ കേട്ട് കാണുമല്ലോ അല്ലെ. പിന്നെ AMMA എന്ന് പറയുന്ന ഈ അമ്മ സംഘടനയിൽ ഇപ്പൊ നടക്കുന്ന പ്രശ്നങ്ങൾ നിങ്ങൾ എല്ലാവർക്കും അറിയാം. അതിനെക്കുറിച്ചിട്ട് നമ്മൾ പറയണ്ട. എന്തായാലും നമ്മുടെ വിനയ ജയറാമിന്റെ ഒരു ലേറ്റസ്റ്റ് വീഡിയോ ഇപ്പോൾ വന്നിട്ടുണ്ട്. അതായത് ഈ വിനയം കാണിച്ച് ജയറാമേട്ടന് പറ്റിയിട്ടുള്ള അമളികളെ കുറിച്ചിട്ടാണ് നമ്മുടെ ഈ ഒരു ചാനലിനകത്ത് ഈ ഒരു ചർച്ച വന്നിരിക്കുന്നത്. എന്തായാലും നമുക്കതൊന്ന് കണ്ടു നോക്കാം. എന്താണ് നമ്മുടെ വിനയൻ ചേട്ടൻ ഇപ്പോ ഈ ചാനലിന് നൽകിയിട്ടുള്ള ഈ ഇന്റർവ്യൂവിൽ പറയുന്നതെന്ന് ഒന്ന് കേട്ടിട്ട് വരാം. വിനയം കാണിച്ചു എന്നതിന്റെ പേരിൽ നമ്മൾ ആവശ്യമില്ലാതെ ഒരുപാട് ഇഷ്ടം പോലെ സാധാരണ ആളുകൾ ഫേസ് ചെയ്യുന്നത് മറ്റേ അഹംഭാവം കൂടുതലാണ്, മറ്റേ സിനിമയിൽ വന്ന ജാടയാണ്, അതാണ് അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾക്കാണ് അധികം കേട്ടിട്ടുള്ളത്. എളിമ കാണിച്ചാലും കുഴപ്പമാണ്. മറ്റേത് പറയും ഇവന് എളിമ എന്റെ ആകാരിയാണ്. ഇത് ഇച്ചിരി എളിമ കൂടിയപ്പോഴത്തേക്ക് അതിനെ ഇപ്പോൾ Why are you disturbing my peace? പറയുമ്പോൾ പലർക്കും തോന്നും എന്താണ് ജയറാമിനെ എങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, കാട്ടു ഫ്രോഡായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ആയിക്കോട്ടെ, പക്ഷേ വകതിരിവ് വേണം. ആളെ മനസ്സിലാക്കാനുള്ള കഴിവ് അത്രേ ഉള്ളൂ. ശകലം കുറച്ചാ നല്ലത്. ഞാൻ പറയാതിരിക്കാം. ഈ അടുത്ത് ഭാഗ്യരാജ് മരിച്ച സമയത്ത് ഇങ്ങനെ അവിടെ മീഡിയന്റെ മുന്നിൽ പോയിട്ട് കയ്യൂപ്പി നിന്നുള്ളൊരു ഐറ്റം ഉണ്ടായിരുന്നു. ഒന്നും അങ്ങനെ ഞാൻ പ്രാക്ടീസ് ചെയ്ത് ഇങ്ങനത്തെ ഒരു ഫേസ് ഉണ്ടാക്കി അങ്ങനെ ഒന്നുമില്ല. ഒരാൾ മരിച്ച സമയത്ത് എടുത്ത വീഡിയോയിലടക്കം ഇയാളുടെ എനിക്കിത് അഭിനയമായിട്ടാണ് തോന്നിയത്. എനിക്ക് അത് ജന്മനാ ഉള്ളതാണ്. ഞാൻ അങ്ങനെ ചിരിച്ച് സംസാരിക്കാറ്. Great human being. Past 30-35 years, very good family friend. Our direction നടിക്ക മുടിഞ്ഞത് എന്നോട് പുണ്യം. ശുദ്ധന ഇവന്റെ പേരാ പേരുത്തമൻ. അപ്പൊ ശുദ്ധൻ എന്ന് പറഞ്ഞ ദൈവമേ, ഇവിടെ എന്തിനാ മൈക്ക് വരുമ്പോ കയ്യൂപ്പി നിൽക്കുന്ന ഈ മനുഷ്യൻ ഇത്രത്തോളൊക്കെ വിനയം കാണിച്ച് പങ്കിടണോ എന്നുള്ളത് ഞാൻ ചിന്തിച്ചു പോയിരുന്നു അന്ന് തന്നെ. ഇതൊക്കെ എന്ത് ദ്രോഹാടോ. സത്യം നമുക്ക് രണ്ടു കൂട്ടർക്ക് അറിയണല്ലേ, പിന്നെ ആരെ കാണിക്കാനാണ് ഈ ആക്ടിങ്. മൂപ്പര് ഈ വിനയം കാണിച്ച് ഇപ്പൊ സോഷ്യൽ മീഡിയ ആക്റ്റീവ് ആയിട്ടുള്ള സമയത്ത് മൂപ്പരും എല്ലാം കണ്ട് സ്വഭാവം മാറ്റി ക്യാരക്ടർ മാറ്റി അമ്പി ആയതാ തോന്നുന്നുണ്ടോ. ചായയാണോ കാപ്പിയാണോ, കടുപ്പം കൂടുതലാണോ കുറവാണോ, എത്ര മധുരം? എനിക്ക് ചായ വേണ്ടെങ്കിലോ? വെള്ളമുണ്ട്, ചൂടാണോ തണുപ്പാണോ, രണ്ടും കരുതിയിട്ടുണ്ട്. പഞ്ചസാര പൊതിക്കാൻ എടാ എ ക്ലാസ് അഭിനയടാ ഇയാള്. റിയൽ ലൈഫിലെ ഓസ്കാർ അഭിനയത്തിന് കൊടുക്കുകയാണ് ഇയാൾക്ക് കൊടുക്കാൻ തോന്നുന്നു. പ്രായഭേദമന്യേ സകലരെ മൂത്തം കളിച്ച് ലടിക്കുക, കാര്യം കഴിഞ്ഞാ കഴിവേറ്റി വിടുക. സത്യമാ, നമ്മുടെ ഭാഗ്യരാജ് മരിച്ചപ്പോഴേ ഇയാൾ തമിഴ്നാട്ടിൽ ചെന്നിട്ട് അവിടുത്തെ പത്രക്കാരെ ചോദിച്ചപ്പോഴത്തേക്ക് പുള്ളി പറഞ്ഞിട്ടുള്ള ഒരു മറുപടിയാണ് നിങ്ങൾ കേട്ടത്. സത്യത്തിൽ വിനയം ഇത്രത്തോളം വിനയായത് ഈ ജയറാമിനാണ്. കാരണം ഇത് ഇയാൾ റിയൽ ലൈഫിൽ ശരിക്കും അഭിനയിക്കുകയാണ്. ശരിക്കും റിയൽ ലൈഫിൽ ഇയാൾ അഭിനയിക്കുക. ഇയാൾ എന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ, ഇയാൾ എങ്ങനെയാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഇയാൾ അടുത്തറിഞ്ഞിട്ടുള്ളവർക്കറിയാം. അത് അടുത്തറിഞ്ഞിട്ടുള്ളൊരു വ്യക്തിയാണ് ഞാൻ. അദ്ദേഹത്തിൻ്റെ ഒരു സിനിമ ചെയ്തിട്ടുള്ള ഒരാളാണ് ഞാൻ. ആ സിനിമയിൽ ഇദ്ദേഹം പറഞ്ഞിട്ടുള്ളൊരു ഡയലോഗ് ഉണ്ടായിരുന്നു. ഞങ്ങൾ എല്ലാവരും കൂടെ കൂടി നിൽക്കുമ്പോൾ ഒരു ഡയലോഗാണ്. അത് പുറത്ത് പറയാൻ പാടില്ല, പക്ഷെ ഞാനത് പറയാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പം ഇയാളെ മനസ്സിലാക്കിയിട്ടുള്ളവർക്ക് കൃത്യമായിട്ടറിയാം ഇയാളൊരു ഒന്നാം തരം ഉഡായിപ്പാണെന്നുള്ളത്. ഒരു പാവം പിടിച്ച ഒരു ഡയറക്ടർ ഇന്ന് പിച്ചച്ചട്ടി എടുത്ത് വീട്ടിയിരിക്കുക. അസുഖം വന്നു, മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. ഇത്രയും നാളായിട്ട് ഒരു ഫോൺ കോൾ പോലും വിളിക്കാത്ത ഇയാളെയൊക്കെ നമ്മൾ എന്താ പറയേണ്ടതല്ലേ. എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇപ്പൊ നാട്ടുകാരെല്ലാം കൂടെ എടുത്തിട്ട് ഊക്കി അങ്ങ് ഏറിലോട്ട് കയറ്റി വിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് ഉടനെ ഒന്നും താഴെ ഇറങ്ങുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കമന്റുകൾ അറിയിക്കുക. അടുത്തൊരു വീഡിയോ കാണാം. ബൈ.